ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഷൊർണൂർ പോസ്റ്റ് ഓഫീസിനടുത്ത് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന സ്ത്രീയുടെ മാല കവർന്ന സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ പിടിയിൽ. തമിഴ്നാട് തിരുവല്ലൂർ പൊളിവാക്കം സ്വദേശിയായ രതി, ഭർത്താവ് ഇളയരാജ, വിരുദനഗർ രാജപാളയം സ്വദേശിയായ പ്രിയ, ഭർത്താവ് ഗണേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കണയം സ്വദേശിയായ 83-കാരിയുടെ 2 പവൻ മാല പ്രിയയും രതിയും കവരുകയായിരുന്നു. മാല പൊട്ടിച്ചെടുക്കുന്നതിനിടെ വീണപ്പോൾ സഹായിക്കാനെന്ന രീതിയിൽ ബാഗിലിട്ട മാല എടുത്ത് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അന്നു തന്നെ ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിയ സ്ത്രീയുടെ 2.5 പവൻ മാലയും ഇവർ കവർന്നിരുന്നു. ഓട്ടോറിക്ഷയിലും ബസ്സിലും യാത്ര ചെയ്ത് പ്രായമായവരുടെ മാല കവരുന്നതാണ് ഇവരുടെ രീതി. തൃശൂരിൽ 2 സ്ത്രീകളുടെ മാലയും അന്നു വൈകിട്ട് തന്നെ ഇവർ കവർന്നതായും കണ്ടെത്തി. രതിയും പ്രിയയും ചേർന്ന് കവരുന്ന മാല ഗണേഷും ഇളയരാജും ചേർന്ന് വിൽപ്പന നടത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പാലക്കാട് പ്ലാച്ചിമട കന്നിമാരിയിൽ തേങ്ങ കച്ചവടം നടത്തുന്നു എന്ന പേരിൽ വാടക വീടെടുത്താണ് ഇവർ താമസിക്കുന്നത്. ഇവിടെ എത്തിയ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച 4 പേരെയും ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പിടികൂടുമ്പോൾ ഇവർ താമസിച്ച വീട്ടിൽ നിന്നും 5,19,100 രൂപയും പോലീസ് കണ്ടെത്തി. രതിക്ക് പൊന്നാനി, കനകക്കുന്ന്, തിരുവല്ലം, മലയാലപ്പുഴ, ഇരവിപുരം, ഏറ്റുമാനൂർ, വഞ്ചിയൂർ, ഗുരുവായൂർ, കണ്ണൂർ ടൗൺ, പാലക്കാട് ടൗൺ നോർത്ത്, ആര്യനാട്, കുമരകം, ചോറ്റാനിക്കര, ചെർപ്പളശ്ശേരി, അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളുണ്ട്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലും രതിയുടെ ഭർത്താവിനും മാല കവർന്ന സംഭവത്തിൽ കേസുണ്ട്. 4 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ വി രവികുമാർ, പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ കെ.ആർ. മോഹൻദാസ്, പി. സേതുമാധവൻ, ASI-മാരായ അബ്ദുൾ റഷീദ്, രാജീവ്, കെ. അനിൽകുമാർ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.